ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പക്ഷേ നല്ല ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കാം. പാർട്ടികളിലും അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് ജെലാറ്റിൻ ഇല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ ജെലാറ്റിന് ചേർക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിനുണ്ടാകുക. ജെലാറ്റിൻ ചേർക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ സെയിം സ്പൂണിൽ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളം എന്നല്ല. 3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കാരമൽ പൗഡറില്ലേ, ഇതുപോലെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും കാരമൽ പൗഡർ, അതൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കാരമൽ സിറപ്പ് ഉണ്ടാവും, അത് ആവശ്യമില്ല. നമുക്ക് കാരമൽ പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് വിപ്പിംഗ് പൗഡറാണ്. ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡറാണ്. പിന്നെ വേണ്ടത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അതൊരു ടിന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം വരുന്നുണ്ട് ഈ ഒരു ടിന്ന്. അപ്പോൾ ഈ ഇവാപ്പറേറ്റഡ് മിൽക്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പാലില്ലേ, പാല് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുത്തിട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം എടുക്കുക. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീം ഏത് ക്രീമായാലും കുഴപ്പമില്ല. 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പഞ്ചസാരയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങ് പതഞ്ഞ് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ ജെലാറ്റിനും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുറച്ച് സമയം ഇറക്കിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതല്ലെങ്കിൽ ഡയറക്റ്റ് അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നല്ല ചൂടുവെള്ളത്തിൽ അതായത് നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാനും പറ്റും. നന്നായിട്ട് മെൽട്ടാകുന്നവർ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ക്രീം മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായിപ്പോൾ നമ്മുടെ പുഡിങ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് ജെലാറ്റിൻ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ്, ജെലാറ്റിൻ ചേർക്കുന്ന ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. കുറച്ചൊന്ന് ലൂസായിരുന്നേ ഉള്ളൂ. കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് കിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് കോഫിയാണ്. ഇളം ചൂടുള്ള ഒരു കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചൂടുണ്ടാകാൻ പാടില്ല. പിന്നെ വേണ്ടത് ബിസ്ക്കറ്റാണ്. ടീ ബിസ്ക്കറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. അതായത് ആരോറൂട്ട് ബിസ്ക്കറ്റോ അതുപോലെ മറ്റേ ഗുഡ് ഡേ ബിസ്ക്കറ്റ് പോലെയൊക്കെ എടുക്കാം. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലെയർ പോലെ വെച്ച് കൊടുക്കാം. 1 2 ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്രൂട്ട്സ് ചെറിയ പീസസായിട്ട് മാങ്ങ, ആപ്പിള് അതൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ഈ ബിസ്ക്കറ്റിന് മുകളിൽ വെച്ച് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ബിസ്ക്കറ്റ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഒരു ലെയർ പോലെ ഞാനിപ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം മിക്സില്ലേ, അത് ഹാഫ് ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മളിത് ഒരു 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ക്വാണ്ടിറ്റി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ക്രീം നല്ല ലൂസായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ജെലാറ്റിനൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത് സെറ്റായിട്ട് വരുമ്പോൾ നല്ല കട്ട് ചെയ്യുന്ന ആ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ ഹാഫ് ക്രീം ഒഴിച്ചതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് ആ ഒരു ടൈം ആകുമ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറിൻ്റെ മേലെ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ഞാൻ ബിസ്ക്കറ്റ് ഒരുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 ലെയറും വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൾ എന്നുള്ള പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇതാ ഒരു ബിസ്ക്കറ്റൊക്കെ ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 3-4 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണേ. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇഷ്ടംപോലെ. അപ്പോൾ ബാക്കിയുള്ള ക്രീമും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. സെറ്റായതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ന്യൂട്ടല്ലയും അതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.